LP, UP, കാറ്ററ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും 61 to 70. ഫസ്റ്റ് വൺ, തന്നിട്ടുള്ള വിവരങ്ങളെ ചെറുഘടകങ്ങളായി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത് അപഗ്രഥനം. സെക്കൻഡ് വൺ, ഭാഷാ പഠന സംവിധാനം ലാഡ്. ലാഡ് എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത് മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. തേർഡ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു. ഓപ്ഷൻ സി, ആശയങ്ങൾ രൂപവൽക്കരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി, ശാരീരിക വികാസത്തിലൂടെ രൂപപ്പെടുന്നു. അപ്പൊ ആദ്യം തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്താണെന്ന് നമുക്കറിയണം. എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്? നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്ന പരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഫോർത്ത് വൺ, രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്നാണ് അവന്റെ അഭിപ്രായം. കോൾബർഗിന്റെ നൈതിക വികാസത്തിന്റെ ഏതു ഘട്ടത്തിൽ രോഹിതിനെ ഉൾപ്പെടുത്താം? വ്യവസ്ഥാപിത തലം. ഫിഫ്ത് വൺ, പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ. സിക്സ്ത് വൺ, ശ്രമ പരാജയ പഠന സിദ്ധാന്തത്തിലെ 3 നിയമങ്ങൾ: അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫല നിയമം. സെവൻത് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം ഏത്? ഓപ്ഷൻ എ, ബുദ്ധിമാന്ദ്യം. ഓപ്ഷൻ ബി, ഡിസ്ലെക്സിയ. ഓപ്ഷൻ സി, ADHD. ഓപ്ഷൻ ഡി, ഓട്ടിസം. ആൻസർ ഇസ് ബി, ഡിസ്ലെക്സിയ. എന്താണ് ഡിസ്ലെക്സിയ? വായനാ വൈകല്യമാണ്. എയ്ത്ത് വൺ, ബുദ്ധിമാനം IQ MA/CA × 100. ഇവിടെ MA, CA ഇവ സൂചിപ്പിക്കുന്നത്. MA എന്നത് മാനസിക വയസ്സ്, CA എന്നത് കാലിക വയസ്സ്. നയൻത് വൺ, ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെടുന്നത്. ഓപ്ഷൻ എ, മാനസിക വൈകല്യം. ഓപ്ഷൻ ബി, ഗണിതപരമായ വൈകല്യം. ഓപ്ഷൻ സി, വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം. ഓപ്ഷൻ ഡി, ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. ഡിസ്പ്രാക്സിയ എന്നത് ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്. ടെൻത്ത് വൺ, വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിക്കപ്പെടുന്നത് ഓപ്ഷൻ എ, വാചിക ബുദ്ധി. ഓപ്ഷൻ ബി, ശാരീരിക ചലനപര ബുദ്ധി. ഓപ്ഷൻ സി, ആന്തരിക വൈയക്തിക ബുദ്ധി. ഓപ്ഷൻ ഡി, വ്യക്തിയാന്തര ബുദ്ധി. ആൻസർ ഈസ് ഡി, വ്യക്തിയാന്തര ബുദ്ധി. ഇന്നത്തെ 10 ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്ന പരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഇതൊന്ന് ഓർത്തു വെക്കുക. സെക്കൻഡ് വൺ, ഡിസ്ലെക്സിയ. എന്താണ് ഡിസ്ലെക്സിയ? അത് കുട്ടികളിൽ കാണുന്ന ഒരു വായനാ വൈകല്യമാണ്. തേർഡ് വൺ എന്താണ്? ഡിസ്പ്രാക്സിയ, ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യമാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കുക. താങ്ക് യു.